ട്രക്കിലുള്ള ഇന്ധനം തീരുന്നതുവരെ ആ വാഹനം പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, ഇന്നലെ രാത്രി 8:30 ഈ വാഹനം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം അർജുൻ ജീവനോടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സാധ്യതയാണത്. അപ്പോൾ 8:30 ശേഷവും അർജുൻ ജീവനോടെ ഉണ്ടെങ്കിൽ, ഇന്ന് വാഹനത്തിൽ ഇന്ധനവും ഉണ്ടെങ്കിൽ, എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ക്യാബിനാണ് ആ വാഹനത്തിനുള്ളത് എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും ഈ ഇടിഞ്ഞു വീണിരിക്കുന്ന മണ്ണ് ഈ അർജുനന്റെ ക്യാബിനുള്ളിലേക്ക് വീഴാനുള്ള സാധ്യത കുറവാണെന്ന് കരുതിയാൽ അർജുൻ ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. മണ്ണിനോടൊപ്പം ഈ വാഹനം ഗംഗാവലിയിലെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ? പക്ഷെ അവിടെയും കെ ബി ഗണേഷ് കുമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 26 ടൺ തടിഭാരമുള്ള ലോറിക്ക് പുഴയിൽ ഒഴുകിപ്പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നമ്പർ 2. മാത്രവുമല്ല, ഇന്നലെ രാത്രി 8:30 വാഹനം ഓൺ ചെയ്യണമെങ്കിൽ പുഴയിൽ വീണ വാഹനം സ്വാഭാവികമായും റീസ്റ്റാർട്ട് ചെയ്യുക സാധ്യവുമല്ല. GPS സിഗ്നൽ പുഴയിൽ വീണാൽ നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം വാഹനം ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ഓഫ് ആവുന്ന സാഹചര്യമാണ്. ഇന്നലെ രാത്രിയിൽ 8:30 അർജുൻ